ഹായ്, എസ് എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്, ചില ആളുകൾ നമുക്ക് മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് അവരത് ഡിലീറ്റ് ആക്കാറുണ്ട്. എല്ലാവരും എന്ന് പറയുന്നില്ല, കുറച്ച് പേരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. ചിലർ സ്ഥിരമായിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട്. എന്തെങ്കിലും മെസ്സേജ് അയക്കും, എന്നിട്ട് അത് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവും. അപ്പം നമ്മൾ വിചാരിക്കും ഇത് എന്താ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടാവുക എന്നുള്ളത്. ചോദിച്ചു കഴിഞ്ഞാൽ ആൾ പിന്നെ പറയൂല. പിന്നെ കുറേ നേരം കുത്തി ചോദിക്കണം, എന്താ ഡിലീറ്റ് ആക്കി. അങ്ങനെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ പറയും. അപ്പോൾ ഇങ്ങനെ ഇവരിങ്ങനെ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചിട്ട് അവർ തന്നെ അത് ഡിലീറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നുള്ളത് അറിയാൻ ആഗ്രഹമുണ്ടാവും. കാരണം നമുക്ക് അവരുടെ ഉള്ളിലുള്ളത് എന്താണെന്നുള്ളത് ചൂഴ്ന്നെടുക്കാനുള്ള കഴിവൊന്നുമില്ല. അപ്പം ഞാൻ ഈ പറയുന്ന കാരണങ്ങളിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും അവർ ആ മെസ്സേജ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അവരയക്കുന്ന മെസ്സേജ് കൃത്യമായിട്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുമോ, അതല്ലെങ്കിൽ അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന തന്നെ അതിന് കിട്ടുമോ എന്നുള്ള ഒരു പേടി അവരുടെ മനസ്സിലുണ്ടായിരിക്കും. മറ്റൊന്നല്ല, അവരയക്കുന്ന മെസ്സേജ് നിങ്ങൾ തെറ്റായ രീതിയിൽ എടുക്കുമോ എന്നൊരു പേടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മളോട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് വാക്കുകൾ കൊണ്ട് നമ്മൾ നേരിട്ട് പറയുന്ന പോലെ ഒരിക്കലും നമുക്ക് മെസ്സേജിലൂടെ മനസ്സിലാക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരാൾ നമുക്ക് അയക്കുന്ന മെസ്സേജ് വായിക്കുന്നത് നമ്മുടെ ട്യൂണിലാണ്. അതായത് അവരയക്കുന്ന മെസ്സേജ് അവരെങ്ങനെയാണോ മനസ്സിൽ ചിന്തിച്ചത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാനുള്ള കഴിവ് നമുക്കില്ല. നമ്മൾ വായിക്കുക നമ്മുടേതായിട്ടുള്ള രീതിയിലായിരിക്കും. അപ്പോൾ അവർ ചിലപ്പോൾ വളരെ സ്മൂത്ത് ആയിട്ടോ അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ കാമായിട്ട് പറഞ്ഞിട്ടുള്ള പല സെന്റൻസുകളും നമുക്ക് ചിലപ്പോൾ വയലന്റ് ആയിട്ട് പറഞ്ഞതുപോലെയൊക്കെ ഫീൽ ചെയ്യും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ വാക്കുകളിലൂടെ അത് പറയല്ല ചെയ്തിട്ടുള്ളത്, മെസ്സേജ് അയക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അത് വായിച്ചിട്ടുള്ളത് നമ്മളാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് നമുക്ക് ആ ഒരു കാര്യം അവരുദ്ദേശിച്ച രീതിയിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയണമെന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, അവരങ്ങനെ ഡിലീറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു അർഹത ആ ഒരു മെസ്സേജിന് കിട്ടണമെന്നില്ല. സോ നിങ്ങൾ അവരെയും ആ ഒരു മെസ്സേജിനെയും അവോയ്ഡ് ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ മെസ്സേജ് മനസ്സിലാകാതിരിക്കാനുള്ള സാധ്യത ഉണ്ടാകാം എന്നുള്ള ഒരു പേടിയുള്ളത് കൊണ്ട് ആയിരിക്കാം. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറയുന്നത്, അവരൊരു കാര്യം പറയണം എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ഇത് ആള് മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ്, ഞാൻ ഇപ്പം അയക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ഇങ്ങനെ ടൈപ്പ് ചെയ്തിട്ട് അപ്പം അയച്ചു വിട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ അയച്ചു കഴിഞ്ഞതും ആളുടെ കോൺഫിഡൻസ് പോകും. അയ്യോ, ഞാൻ അയച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ച പോലെ ആൾ മനസ്സിലാക്കിയില്ലെങ്കിലോ, തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവുമോ, ഇങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പെട്ടെന്ന് ആ മെസ്സേജ് ഡിലീറ്റ് ആക്കും. അതായത് കോൺഫിഡൻസ് ഇല്ലായ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ അതിനെ എങ്ങനെ എടുക്കും എന്നുള്ള ഒരു പേടി, ഒരു കൺഫ്യൂഷൻ അവരുടെ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ അവരത് ഡിലീറ്റ് ആക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ഒരു കോൺഫിഡൻസ് ഇല്ല, നമ്മളത് വായിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കുമ്പോൾ എന്നുള്ള കാര്യത്തിലൊന്നും കൃത്യമായ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു ധൈര്യം അവർക്കില്ല എന്നുണ്ടെങ്കിൽ അത് ഡിലീറ്റ് ആക്കാൻ സാധ്യത കൂടുതലാണ്. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഓവർ തിങ്കിങ്ങും സോഷ്യൽ ആൻസൈറ്റിയും ഉള്ള ആളുകളൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഓവർ തിങ്കിങ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഞാൻ എന്ത് ഉദ്ദേശിച്ച കാര്യം എന്ന് പറയുന്നത്. കുറേ പേരുണ്ട് ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടും. അതായത് ഞാൻ അയച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ചിന്തിച്ചു കൂട്ടുന്ന ആളുകളുണ്ട്. അങ്ങനെ ഓവർ തിങ്കേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഡിലീറ്റ് ആക്കും. അത് ഒരു തെറ്റായത് കേട്ടോ, അതല്ലെങ്കിൽ നിങ്ങൾ അതിനെ തെറ്റായിട്ട് എടുക്കുമോ എന്നുള്ള അങ്ങനെയുള്ള ചിന്തകളൊക്കെ അവർക്ക് ഉണ്ടാവും. അതൊരിക്കലും നിങ്ങളുടെ മിസ്റ്റേക്ക് അല്ല, അവർ ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന കാര്യങ്ങളാണ്. അതൊരിക്കലും നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റല്ല എന്നുള്ളത് മനസ്സിലാക്കുക. അവരുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള തെറ്റൊന്നും ആവില്ല. അവര് എന്തായാലും അങ്ങനെ ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളാണ്. ചില ആളുകൾ അങ്ങനെ ഉള്ളവരുണ്ട് കേട്ടോ, അതായത് ഓവർ തിങ്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അത് ഒരിക്കലും അവരുടെ ഒരു തെറ്റാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. അതങ്ങനെ വന്നു പോകുന്നതാണ് ഓവർ തിങ്കിങ് എന്ന് പറയുന്നത്. മിക്ക ആളുകളും അങ്ങനെയുള്ളവരാണ്. അപ്പം ഇങ്ങനെ ഓവറായിട്ട് ചിന്തിച്ച് കൂട്ടുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഇമോഷണൽ സെപ്പറേഷൻ ആണ്. അതായത് അവരുടെ വികാരങ്ങളെ അവർ തന്നെ അടിച്ചമർത്തുക എന്ന് പറയും. ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വരുമ്പോൾ അവർ ഡിലീറ്റ് ആക്കാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങളെ ഒരാൾക്ക് ഇഷ്ടമാണ്, അപ്പോൾ അവർക്ക് തുറന്ന് പറയണമെന്നുണ്ട്. ഇപ്പോൾ നമ്പറൊക്കെ കയ്യിലുണ്ട്, ആൾ മെസ്സേജ് അയക്കുകയാണ്, നല്ല ഫ്രണ്ട്ലി ആയി നിങ്ങൾ, അതായത് നല്ല രീതിയിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ നിങ്ങൾക്കിടയിലൊക്കെ വന്നു തുടങ്ങി, രണ്ടുപേരും നന്നായി സംസാരിക്കുന്നതും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ദിവസം പെട്ടെന്ന് അവർ നിങ്ങളോട് ഇങ്ങനെ ഒരു മെസ്സേജ് അവരെ അയക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തു, എനിക്ക് ഇഷ്ടമാണെന്നുള്ള കാര്യം പറയാമെന്ന് പറഞ്ഞിട്ട് പ്ലാൻ ചെയ്ത് ആൾ മെസ്സേജ് അയച്ചിട്ട് ആൾ പെട്ടെന്ന് ഡിലീറ്റ് ആക്കി. അതിൻ്റെ കാരണം എന്തായിരിക്കും? ആൾക്ക് ഇഷ്ടമാണെന്നുള്ളത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിക്കുക? ഇനിയിപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ നിങ്ങൾ വേണ്ടാന്ന് വെക്കും. ഇങ്ങനെയുള്ള ചിന്ത അവരുടെ മനസ്സിലുണ്ടായിരിക്കും. അതായത് നിങ്ങൾ അവരെ മോശമായിട്ട് കാണുമോ, അല്ലെങ്കിൽ നിലവിലുള്ള റിലേഷൻഷിപ്പ് പോലും ഇല്ലാതാകുമോ, ആ ഒരു കൂട്ടുകെട്ട് പോലും ഇനി നഷ്ടമാകുമോ എന്നൊക്കെ പേടിയുള്ളത് കൊണ്ടായിരിക്കും. ഇതിൻ്റെയൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്ത കൊണ്ട് തന്നെ അവർ അവരുടെ വികാരങ്ങളെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. അതായത് ആ ഒരു കാര്യം തുറന്നു പറയാതിരിക്കുകയാണ്
ചെയ്യുന്നത്. അങ്ങനെ അവരുടെ ഇമോഷൻസിനെ തന്നെ അടിച്ചമർത്താൻ അവർ തയ്യാറാവുന്നുണ്ടായിരിക്കാം, നിങ്ങൾ എന്ത് ചിന്തിക്കും എന്നുള്ള ആ ഒരു ചിന്ത കൊണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ഉള്ള ആളുകളിലും ഇങ്ങനെ കാണാറുണ്ട്. അതായത് ഇപ്പൊ വഴക്കൊക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ വഴക്കിടുന്നതിന് മുന്നേ ഭയങ്കര സ്നേഹമായിരിക്കും, പക്ഷെ വഴക്കിടുന്ന സമയത്ത് തീരെ സ്നേഹം ഉണ്ടാവില്ല. വഴക്കിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാശിയായിരിക്കും, അതും ഇതൊക്കെ വിളിച്ചു പറയും. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള, അതായത് വഴക്കിട്ടിട്ട് ഒരു സൊല്യൂഷനൊന്നും കണ്ടുപിടിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ അങ്ങനെയുള്ള ഒരു വഴക്കിട്ട് നിൽക്കുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ഇൻസെക്യൂരിറ്റി ആയിരിക്കും അവർക്ക് തമ്മിലുണ്ടായിരിക്കുക. ഒരിക്കലും അറ്റാച്ച്മെന്റ് അവിടെ ഫീൽ ചെയ്യില്ല. ആളുടെ കൂടെ നിൽക്കുമ്പോഴൊക്കെ ഭയങ്കര ഇൻസെക്യൂർ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും, നമ്മൾ തീരെ സേഫ് അല്ല, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല അവിടെ നിൽക്കാനായിട്ട്. അത് ആ ഒരു വഴക്ക് കഴിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ്. ഇങ്ങനെ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്തിരിക്കുമ്പോൾ ചിലപ്പോൾ അതിലൊരാൾ വിചാരിക്കും, ഇനിയിപ്പോൾ ഞാൻ മുൻകൈ എടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രശ്നം എവിടെ വെച്ച് തീർന്നാലോ എന്ന് പറഞ്ഞിട്ട്, എന്നാൽ ശരി നേരിട്ട് പറയുന്നില്ലെങ്കിൽ മെസ്സേജ് അയക്കാം എന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുത്തിട്ട് മെസ്സേജ് അയക്കും, സോറി കേട്ടോ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. മെസ്സേജ് അയച്ചിട്ട് പെട്ടെന്ന് ആളെന്നെ ഡിലീറ്റ് ചെയ്യും. ഞാൻ എന്തിനാ താഴ്ന്നു കൊടുക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആളെന്നെ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസെക്യൂരിറ്റിയാണ് ആൾക്കവിടെ ഫീൽ ചെയ്യുന്നത്. അതായത് സെക്യൂർ അല്ല, ഒരു സ്നേഹവും വലിയ രീതിയിൽ അവിടെ ഫീൽ ചെയ്യുന്നില്ല, അറ്റാച്ച്മെന്റ് അവിടെ കുറഞ്ഞു പോയിരിക്കുകയാണ്. അതായത് നല്ല രീതിയിലുള്ള അറ്റാച്ച്മെന്റും അവിടെ അവർ വഴക്കിട്ട സമയത്ത് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുമ്പോൾ, ഇൻസെക്യൂർ അറ്റാച്ച്മെന്റ് ഒക്കെ ഫീൽ ചെയ്യുന്ന സമയത്തും അങ്ങനെയുള്ള ആളുകളും ഈ പറയുന്ന പോലെ തന്നെ മെസ്സേജ് ഒക്കെ അയച്ചിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഒരു വഴക്കോ കഴിഞ്ഞിരിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന കാര്യമാണ്. അത് വലിയ രീതിയിൽ ചിന്തിച്ച് കൂട്ടേണ്ട വലിയ പ്രശ്നമൊന്നുമല്ല, അത് പിന്നെ അങ്ങോട്ട് ഓക്കെ ആയിക്കോളും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സാധാരണ നമ്മൾ കാണാറുള്ളത് മെസ്സേജ് അയച്ചിട്ട് ഡിലീറ്റ് ചെയ്യുന്ന ആളുകളിൽ. ഇത് കുറേ പേര് ചെയ്യാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലരൊക്കെ വളരെ റെയർ ആയിട്ട് എപ്പോഴെങ്കിലും ചെയ്യുന്നവരുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും കാരണങ്ങളായിരിക്കും. ചിലർ സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പൊ അവർക്കും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ഒന്നില്ലെങ്കിൽ കോൺഫിഡന്റ് അല്ലാത്തതോ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ലാത്തതോ, തുറന്നു പറയാൻ പേടിയുള്ളതോ, നിങ്ങൾ എന്ത് വിചാരിക്കുമെന്ന ചിന്തയുള്ളത് കൊണ്ടൊക്കെ കുറെ കാലമായിട്ട് എന്തെങ്കിലുമൊക്കെ പറയാതിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ പ്രശ്നമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ 4-5 കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ ഒന്നില്ലെങ്കിൽ നിങ്ങൾ കുറച്ചാളോട് വെയിറ്റ് ചെയ്യുക, ചിലപ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കാം. അങ്ങനെ അല്ലെങ്കിൽ അവർ ഈ സ്വഭാവമുള്ള ആളുകൾ തന്നെയാണ്, പറയാൻ സാധ്യത കുറവുമായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് സാധാരണ നമ്മൾ കാണാറുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ച് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കുക. അങ്ങനെ വലിയ രീതിയിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ പറഞ്ഞ എന്തെങ്കിലുമൊക്കെ രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കും അവരങ്ങനെ മെസ്സേജ് ഡിലീറ്റ് ആക്കുന്നുണ്ടാവുക എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഓവർ തിങ്കിങ് നിങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുക. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്